എല്ലാവർക്കും സ്വാഗതം. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തെക്കുറിച്ച് തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒരു വൈറൽ വീഡിയോയിൽ അവതരിപ്പിച്ച ഒരു ദൈവശാസ്ത്രപരമായ വാദമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പോ നമുക്ക് തുടങ്ങാം. ഫലസ്തീനിലെ കാഴ്ചകൾ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മുടെയെല്ലാം മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണിത്. ഈയൊരു ചോദ്യത്തിന് ഒരു ദൈവശാസ്ത്രപരമായ ഉത്തരം നൽകാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോയിലെ വാദങ്ങളാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ സംഘർഷത്തെ വെറുമൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാത്രമല്ല, മറിച്ച് പലരുടെയും വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ മതപരമായ പ്രതിസന്ധിയായിട്ടാണ് ഈ വീഡിയോ ഇതിനെ സമീപിക്കുന്നത്. പലസ്തീനിലെ ദുരിതങ്ങളൊക്കെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം തങ്ങളെ സഹായിക്കാത്തത് എന്ന് ഒരുപാട് പേർ ചിന്തിക്കുന്നുണ്ട്. ഇതിന് ഒരു പ്രത്യേക ദൈവശാസ്ത്രപരമായ വിശദീകരണമാണ് ഈ വീഡിയോ മുന്നോട്ടുവെക്കുന്നത്. അപ്പോ ഈ വാദത്തിന്റെയൊക്കെ അടിസ്ഥാനം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ഭൂമിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട മതപരമായ അവകാശവാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. ഇതെല്ലാം ദൈവവും മനുഷ്യരും തമ്മിലുള്ള ചില പുരാതന ഉടമ്പടികളിൽ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമാണ്. ശരിക്കും പറഞ്ഞാല് ഈ സംഘർഷത്തിന്റെ എല്ലാം കാതൽ എന്താണെന്ന് വെച്ചാല് ദൈവത്തിന്റെ ആ യഥാർത്ഥ വാഗ്ദാനം ഏത് വംശപരമ്പരയിലൂടെയാണ് നിലനിൽക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ തർക്കമാണ്. ഈ സ്ലൈഡ് ആ തർക്കത്തിന്റെ ഒരു ഏകദേശ ചിത്രം നമുക്ക് തരുന്നുണ്ട്. അപ്പോ ഇവിടുത്തെ പ്രധാന തർക്കം ഇതാണ്: ആ യഥാർത്ഥ ഉടമ്പടി എക്കാലത്തേക്കുമായി ഒരേ കൂട്ടർക്ക് മാത്രമുള്ളതാണോ, അതോ അത് ലംഘിക്കപ്പെട്ടാൽ മറ്റൊരാൾക്ക് കൈമാറാൻ കഴിയുന്ന ഒന്നാണോ? ഈയൊരു ചോദ്യത്തിലാണ് ഈ വാദങ്ങളെല്ലാം നിലനിൽക്കുന്നത്. അപ്പോ ഈ വീഡിയോ അതിന്റെ വാദം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പഴയ നിയമത്തിലെ ഒരു പ്രത്യേക പ്രവചനത്തെയാണ് തെളിവായിട്ട് കൊണ്ടുവരുന്നത്. ഇത് വളരെ നിർണായകമായ ഒരു ഭാഗമാണ്. അതായത്, പിന്നീട് വന്ന ഇസ്ലാമിക പ്രവചനങ്ങളെ ശരിവയ്ക്കാൻ വേണ്ടി യഹൂദരുടെ ഗ്രന്ഥമായ പഴയ നിയമത്തെ തന്നെ ഉപയോഗിക്കാനുള്ളൊരു ശ്രമമാണ് നമ്മളിവിടെ കാണുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആ തെളിവ്. പഴയ നിയമത്തിലെ സെഖറിയാവിന്റെ പുസ്തകത്തിലുള്ള ഈ വാക്യമാണ് പ്രവാചകപരമായ തെളിവുകളുടെ കേന്ദ്രബിന്ദുവായിട്ട് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. ഈ ബന്ധം എങ്ങനെയാണ് സ്ഥാപിക്കുന്നതെന്ന് നോക്കൂ. പഴയ നിയമത്തിലെ ആ വിലകെട്ട ഇടയന് വലതുകണ്ണ് അന്ധമായിരിക്കുമെന്ന് പറയുന്നു. ഇനി ഇസ്ലാമിക പാരമ്പര്യത്തിലേക്ക് വന്നാൽ അന്തിക്രിസ്തുവായ ദജ്ജാലിന്റെ ഒരു പ്രധാന അടയാളം അവന്റെ വലതുകണ്ണ് അന്ധമായിരിക്കുമെന്നതാണ്. യഹൂദന്മാർ അവസാനം ഈ ദജ്ജാലിനെ പിന്തുടരുമെന്നും ഇസ്ലാമിക വിശ്വാസത്തിലുണ്ട്. അപ്പോ പഴയ നിയമത്തിലെ ഈ വ്യാജ ഇടയനെ ദജ്ജാലുമായി ഇവിടെ നേരിട്ട് ബന്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോയുടെ വാദപ്രകാരം ഇസ്രായേലരുമായുള്ള ദൈവത്തിന്റെ ഉടമ്പടി അവസാനിക്കുമെന്ന് അവരുടെ സ്വന്തം ഗ്രന്ഥത്തിൽ തന്നെ പ്രവചിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവാണിത്. ഓക്കെ, ഇത് നമ്മളെ ഈ വിശകലനത്തിന്റെ പ്രധാന വാദത്തിലേക്ക്, അല്ലെങ്കിൽ കാതലായ ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ കാര്യങ്ങൾക്ക് തികച്ചും അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട്. ശരി, യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും ഉടമ്പടികൾ ലംഘിക്കപ്പെട്ടു എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ പുതിയ അവകാശികളെന്ന് പറയപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പലസ്തീനിൽ ദൈവിക സഹായം കിട്ടാത്തത്? ഈ ചോദ്യം ഇവിടെ നേരിട്ട് ചോദിക്കുകയാണ്. ഇവിടെയാണ് ഈ വീഡിയോയുടെ പ്രധാന വാദം വരുന്നത്. അതായത്, ചരിത്രം ആവർത്തിച്ചു. ഇസ്രായേലിയർ ചെയ്ത അതേ തെറ്റ് പിന്നീട് മുസ്ലിങ്ങളും ആവർത്തിച്ചു എന്നാണിവർ പറയുന്നത്. അങ്ങനെ അവരും ദൈവവുമായുള്ള ഉടമ്പടി ലംഘിച്ചു. ചുരുക്കി പറഞ്ഞാൽ, ഇന്ന് മുസ്ലിമുകൾ അനുഭവിക്കുന്ന ഈ ദൈവിക പിന്തുണയുടെ അഭാവത്തിന് കാരണം ഈ വലിയ വഞ്ചനയാണെന്ന്, അല്ലെങ്കിൽ ഉടമ്പടി ലംഘനമാണെന്നാണ് ഈ വീഡിയോ ശക്തമായി വാദിക്കുന്നത്. ഇനി നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഏറ്റവും പ്രകോപനപരമായ ഒരു അവകാശവാദമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. ഈ സംഘർഷത്തിന്റെ കേന്ദ്രബിന്ദുവായ ഇസ്രായേൽ എന്ന പേരിനെ തന്നെ പുനർനിർവചിക്കുകയാണിവിടെ. അതായത്, ഇസ്രായേൽ എന്നത് ഒരു പ്രത്യേക വംശത്തിന്റെ പേരല്ല, മറിച്ച് ദൈവത്തിന്റെ യഥാർത്ഥ ദാസന് നൽകുന്ന ഒരു സ്ഥാനപ്പേരാണെന്നാണ് ഇവിടെ വാദിക്കുന്നത്. ഇത് കേവലം ഒരു പേരല്ല, ഒരു സ്ഥാനമാണ്. അങ്ങനെ ഈ വാദത്തിന്റെ പാരമ്യത്തിൽ അവർ പറയുന്നത് മുഹമ്മദ് നബിയാണ് യഥാർത്ഥ ഇസ്രായേലെന്നും അദ്ദേഹത്തിന്റെ യഥാർത്ഥ അനുയായികളാണ് യഥാർത്ഥ ഇസ്രായേൽ മക്കളെന്നുമാണ്. അതുകൊണ്ട് ഈ വീഡിയോ മുന്നോട്ട് വെക്കുന്ന പരിഹാരം ഇതാണ്: ഒരു സമ്പൂർണ്ണ ദൈവശാസ്ത്രപരമായ പുനഃക്രമീകരണം. പഴയ ലംഘിക്കപ്പെട്ട ഉടമ്പടികൾ എല്ലാം ഉപേക്ഷിച്ച് ഒരു പുതിയ ഉടമ്പടിയിലേക്ക് വരണം. ശരി, പഴയ ഉടമ്പടികൾ ലംഘിക്കാമെങ്കിൽ പുതിയ ഉടമ്പടികളെ ആരാണ് നിർവചിക്കുക? ആർക്കാണതിനുള്ള അധികാരം?
വിശ്വാസവും പ്രവചനവും ദൈവിക അധികാരവുമൊക്കെ നിരന്തരം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ലോകത്ത് ഈ ചോദ്യം വളരെ പ്രസക്തമായിട്ട് ഇവിടെ തന്നെ നിലനിൽക്കുന്നു.